ഹൈ ഓൾ, വെൽക്കം ടു ശരത് ടെക്നിക്കൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു. ഇത് കുറച്ചുകൂടി വ്യത്യാസമുള്ള മറ്റൊരു പ്രോബ്ലമാണ്. ഇതും കഴിഞ്ഞൊരു വർഷം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. നമുക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കോയഫിഷ്യൻസ് വെച്ചിട്ട് ഫോർമാറ്റിലേക്കൊന്ന് മാറ്റാം. എങ്ങനെ മാറ്റാം നമുക്ക് ആദ്യം നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം കോയഫിഷ്യൻസ് എഴുതുകയാണ്, എക്സിൻ്റെയും വൈൻ്റെയും സെറ്റിൻ്റെയും. ഫസ്റ്റ് ഇക്വേഷൻ നോക്കാം. 2 - 1 3, അടുത്തതിൽ -1 2 1 and 3 1 -4 into x, y and z is equal to 8 4 and 0. 8 4 and 0 കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഓഗ്യുമെൻറ്റഡ് മെട്രിക്സിലേക്ക് നമുക്ക് കടക്കാം. ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുമ്പം എയും ബിയും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. ഇതിൽ എ എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ മെട്രിക്സ് എ, ഇതാണ് മെട്രിക്സ് ബി. അങ്ങനെയാണെങ്കിൽ ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ് ആയ എ ബിയെ നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാം എന്ന് നമുക്ക് ആദ്യം നോക്കാം. എയിൽ എന്തൊക്കെയാണ് വരുന്നത്? 2 - 1 3 -1 2 1 and 3 1 -4 then 8 4 0. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ് ആയ എ ബി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിരുന്നു, ഓഗ്യുമെൻറ്റഡ് മെട്രിക്സിനെ നമുക്കൊന്ന് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിനെ 1 ആക്കി മാറ്റണം. ഇവിടെ എത്രയുള്ളത്? 2 ആണുള്ളത്. ഇതിനെ ഫസ്റ്റ് റോയായ R1നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ ഫാക്ടർ വരും അല്ലേ? 2ഉം 8ഉം ഈവൺ ആണ്, -1ഉം 1ഉം 3ഉം ഓഡ് നമ്പേഴ്സാണ്. അതുകൊണ്ട് അവിടെ ഫ്രാക്ഷൻ വരും ഡിവൈഡ് ചെയ്താൽ. നമുക്ക് മാക്സിമം ഫ്രാക്ഷൻസ് വരാതെ ചെയ്യുന്നതായിരിക്കും നന്നാവുക. അത് കുറച്ചുകൂടി നമുക്ക് സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസി ആയിരിക്കും നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് R1 ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആക്കണം. അത് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് R1 gives R1 + R2 ചെയ്ത് നോക്കാം. R1നെ കിട്ടാൻ R1ഉം R2ഉം കൂടി ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. നോക്കിക്കോളൂ. R1 + R2 2 + -1 1 -1 + 2 1 3 + 1 4 8 + 4 12. അപ്പം 1 1 4 12 എന്ന് കിട്ടി. ബാക്കിയുള്ള രണ്ടാമത്തെ റോ അതേപോലെ നമ്മൾ എഴുതാൻ പോവുകയാണ്. എന്താണ്? -1 2 1 and 4. മൂന്നാമത്തെ റോയും അതേപോലെ 3 1 -4 0. കാര്യമായൊരു വ്യത്യാസമില്ല. അപ്പോൾ എന്തായി? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ 1 ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് സെക്കൻഡ് റോയിലെയും തേർഡ് റോയിലെയും ഫസ്റ്റ് എലമെൻറ്റിനെ 0 ആക്കണം. സെക്കൻഡ് റോയിലെയും തേർഡ് റോയിലെയും ഫസ്റ്റ് എലമെൻറ്റിനെ 0 ആക്കണം. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഇവിടെ R2 gives R2 + R1. R2 gives R2 + R1. R2 gives R2 + R1. അതേപോലെ R3 gives R3 - 3R1. ശരിയല്ലേ? R3 gives R3 - 3R1 ചെയ്താൽ നമുക്കിവിടെ എന്ത് കിട്ടും? ഈ രണ്ട് എലമെൻറ്റുകൾ, അതായത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും 0 ആയി മാറും. നമുക്ക് നോക്കാം, മാറുമോ നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കാം, ഫസ്റ്റ് റോയിൽ വ്യത്യാസമില്ല. 1 1 4 12 നമ്മളത് അതേപോലെ തന്നെ വെച്ചു.
R2 gives R2 plus R1. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തു. സോ 0, ഇത് 3, ഇത് 5, ഇത് 16. 3, 5, 16 കിട്ടി. അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്. R3 gives R3 minus 3R1. R3 എന്ന് പറയുന്നതിൽ ഫസ്റ്റ് എലമെൻറ്റ് 3, ഇവിടുത്തെ R1ലെ ഫസ്റ്റ് എലമെൻറ്റ് 1. ഇപ്പം 3 minus 3 into 1. സോ ആൻസർ 0. അടുത്തത് 1 minus 3 into 1. സോ -2 എന്ന് കിട്ടി. അടുത്തത് -4 minus 3 into 4. -16. അടുത്തത് 0 minus 12 into 3. -36. -36 എന്നായിരിക്കും ആൻസർ വന്നിട്ടുണ്ടാവുക. ഇത് സോൾവ് ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആദ്യത്തത് 3 minus 3 into ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, R1 എന്ന് പറയുന്നതിലെ ഫസ്റ്റ് എലമെൻറ്റ്. ഇത് വന്നു 0 വന്നു. 1 minus 3 into 1 വന്നു. സോ -2. -4 minus 3 into ഈ ഒരു 4 -16 വന്നു. പിന്നെ 0 minus -3 into 12. സോ -36 എന്ന് വന്നു. ഇപ്പം കിട്ടിയോ? ഈ പറഞ്ഞ സംഭവം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കൂടി എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്രയും കാര്യങ്ങൾ നമ്മളോട് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് എന്നാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എന്തെങ്കിലും നമുക്കിവിടെ ചെയ്യാനുണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ആദ്യം നമ്മൾ പറഞ്ഞ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും 0 ആക്കി മാറ്റി. ഇനി ഇവിടെ എന്താ നമ്മൾ സോൾവ് ചെയ്യാൻ? എന്തെങ്കിലും ചെയ്യാനുണ്ടോ? R1-ലൊന്നും നമുക്കിനി ചെയ്യാനില്ല. R2-ലും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഇനിയുള്ളത് R3-ൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. R3-ൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക? ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് ആലോചിക്കണം. ഇനി നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത് ഈ പറയുന്ന സെക്കൻഡ് റോയിൽ തേർഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റിനെ കൂടി നമുക്ക് 0 ആക്കണം. ഇത് 0 ആവണമെങ്കിൽ നമുക്ക് അവിടെ ഒറ്റ ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ മാത്രമേ ഈ ഒരു -2 0 ആവുള്ളൂ. കാരണം ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവരണമെങ്കിൽ അവിടെ നമ്മൾ ചെയ്യാവുന്ന ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ആദ്യം നമുക്ക് ഫസ്റ്റ് റോ അതുപോലെ എഴുതാം. 1 1 4 12. അടുത്തത് 0 3 5 16. ഇനി 16. ഇനി ഞാൻ തേർഡ് റോയിനെ ഒന്ന് മാറ്റാൻ പോവാം. തേർഡ് റോയിനെ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് വെച്ചാൽ 3R3 plus 2R2. 3R3 plus 2R2. ഈ ഫോമിലാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. നോക്കാം. ആദ്യത്തിൽ രണ്ടും 0 ആയതുകൊണ്ട് വ്യത്യാസമില്ല. ഞാൻ 0 തന്നെ കൊടുക്കുന്നു, കാരണം അത് മാറ്റം വരില്ല. അടുത്ത കേസ് ശ്രദ്ധിച്ചോളൂ. -3R3. ഇവിടെ -3R3 എന്ന് വെച്ചാൽ -6. 2R2 എന്ന് പറയുമ്പം +6. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടുന്നു? 0 എന്ന് കിട്ടും. അടുത്തത് -3R3 അല്ലേ? -16 into 3 നമുക്കറിയാം -48 പ്ലസ് 2R2. 2R2 എന്ന് പറയുമ്പം 2 into 5, അതായത് -48 plus 10 -38 എന്ന് വരും. -38. അടുത്തത് -3R3, അതായത് -36 into 3 ആണല്ലോ, പ്ലസ് 2R2. 2 into 16. 2 into 16 കിട്ടും. 2 into 16 ചെയ്ത് എത്ര വരും? -108 പ്ലസ് 32 എത്ര വരും? -76. -76 എന്ന് വരും. -76.
ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, ഏറെക്കുറെ എല്ലാം സിംപ്ലിഫൈഡായി. ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് ആ അവസാനത്തെ റോയും തുടങ്ങാം. ഇവിടെ നോക്കിയേ, -38 z is equal to -76. -76. അപ്പം z-ൻ്റെ വാല്യൂ എന്താ വരിക? 2 എന്ന് കിട്ടി. അടുത്തത് 3y + 5z is equal to 60. z നിങ്ങൾക്കിവിടെ 2 എന്നാണ് നിങ്ങൾക്ക് വാല്യൂ കിട്ടിയിട്ടുള്ളത്. ആണല്ലോ, ഈ 2 നമുക്ക് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. 3y + 5 × 2 10 is equal to 60. Therefore 3y is equal to 6 and y is equal to 2. അപ്പം വൈയും സെറ്റും നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഇത് രണ്ടും കൂടി നമുക്ക് ആദ്യത്തെ ഇക്വേഷനായ x + y + 4z is equal to 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y 2 ആണ്, സെറ്റും 2 ആണ്. സോ x + y 2 ആണ്, സെറ്റ് 2 കൊടുത്തു കഴിഞ്ഞാൽ 4 × 2 8 is equal to 12 എന്ന് കിട്ടി. ഇവിടെ എന്ത് കിട്ടി? x equal to 12 - 10. സോ നമ്മുടെ ആൻസർ x is equal to 2 അല്ലേ? അപ്പം നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടി. ദെയർഫോർ x equal to y is equal to z is equal to 2 is our answer. x equal to y is equal to z is equal to 2 is our answer. കിട്ടിയല്ലോ. അപ്പം നമ്മൾ ആദ്യം ചെയ്ത കാര്യങ്ങൾ ഓഗ്യുമെൻറ്റഡ് മാട്രിക്സ് എടുത്തു, സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സെക്കൻഡ് ഇപ്പം നിങ്ങൾക്ക് 3/3 ആണ് പൊതുവെ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് സെക്കൻഡ് റോയിലെയും തേർഡ് റോയിലെയും ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതേപോലെ തന്നെ ഏറ്റവും സിംപ്ലിഫൈഡായ ഫോമിലേക്ക് ഇതിനെ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ബാക്കിയുള്ള പ്രൊസീജിയർ നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ, വ്യത്യാസങ്ങളില്ല. അതേപോലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം എന്നൊരു കാര്യവും കൂടി ഇവിടെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ പറയാനുള്ളത്. അപ്പം ഇതും മുമ്പ് വന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു PYQ ആണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനും പ്രാധാന്യം കൊടുക്കുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇനിയും എക്സാമുകൾക്ക് വന്നേക്കാം. അതുകൊണ്ട് കുറച്ചുകൂടി പ്രാക്ടീസ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ 2 ക്വസ്റ്റ്യൻസും കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അത് അറിയിക്കാം. എന്തായാലും ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കത് ക്ലാസ് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇനി എവിടെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയിക്കാം. നമുക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.